ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത് പതിവ് രീതിയായിരുന്നു. KPCC അധ്യക്ഷൻ മാറുമോ മാറില്ലയോ, ഞാനിപ്പോഴേ മാറാൻ തയ്യാറല്ല എന്ന് കെ സുധാകരൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. കുറച്ചധികം കാലമായി മാധ്യമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ചർച്ച നടക്കുന്നത്. ഈ ചർച്ച മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ആക്ഷേപിക്കുകയും ചെയ്യുന്നു, ആരോപിക്കുകയും ചെയ്യുന്നു. കെ സുധാകരൻ മാറണം എന്ന് ആവശ്യപ്പെടുന്ന ആരാണ്? കുറേ അധികം ആളുകൾക്ക് അദ്ദേഹം മാറിക്കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അതൊന്നും ഹൈക്കമാൻഡ് പ്രത്യക്ഷത്തിൽ തീരുമാനിക്കുന്നില്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി അറിയുന്നത്. എല്ലാവർക്കും സ്വാഗതം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തൃശ്ശൂർ പൂരത്തിൻ്റെ ആകാംക്ഷയൊക്കെ ഏറ്റി സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നു. തിരുവമ്പാടി വിഭാഗം സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായി. ഇപ്പോൾ പാറമേക്കാവിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആ ആംബിയൻസോടെ പൂരത്തിൻ്റെ വരവറിയിക്കുന്ന ഈ വെടിക്കെട്ട് കാര്യമായിട്ടൊന്ന് കാണാം. ഒരു സെക്കൻഡ് നേരം ഞാൻ മൗനത്തിൽ നിൽക്കുന്നു. ആകാശപ്പൊക്കത്തിൽ ആവേശം വന്നു. പൂരവിസ്മയത്തിന് തുടക്കമായി എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂരിൽ നിന്ന് സൂര്യ സജിയും നിഖിൽ പ്രമേഷും ചേരുകയാണ്. ഈ വെടിക്കെട്ടോടെ യഥാർത്ഥത്തിൽ സാമ്പിൾ വെടിക്കെട്ടാണ്. തീർച്ചയായിട്ടും ആകാശത്ത് ദൃശ്യവിസ്മയം ഉണ്ടാക്കിയിരിക്കുന്ന വെടിക്കെട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആദ്യം സൂര്യ സജിയിലേക്ക് നമ്മൾ പോകുന്നു. സൂര്യ സജി, വെടിക്കെട്ടിൻ്റെ പുരാണം. കാണാൻ തോന്നുന്നല്ലേ? അതിൻ്റെ നല്ല രസമുണ്ട്. മാനത്ത് മിന്നൽ പിണർ പോലെ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് കാണുന്നത് പാറമേക്കാവിൻ്റെയാണ്. വലിയ ആവേശമുണ്ടാക്കുന്ന വെടിക്കെട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ വെടിക്കെട്ടാണ്. പാറമേക്കാവിൻ്റെ വെടിക്കെട്ടാണ് ഇപ്പോൾ ആകാശത്ത് ദൃശ്യവിസ്മയം ഉണ്ടാക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വരുന്ന പൂരപ്രേമികൾ ഇത് കാണുമ്പോൾ അവർക്ക് ആവേശം ഉണ്ടാകും. മിക്കവാറും പൂരപ്രേമികളൊക്കെ തൃശ്ശൂരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരല്പസമയം കൂടി നമുക്ക് ഈ വെടിക്കെട്ട് ആസ്വദിക്കാം. ഫ്രെയിമിൽ ഇപ്പോൾ കാണുന്ന പാറമേക്കാവിൻ്റെ സാമ്പിളിൽ വെടിക്കെട്ടാണ്. സൂര്യ സജി, നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരും. പാറമേക്കാവിൻ്റെ വെടിക്കെട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യ സജി നമുക്കൊപ്പം ചേരുന്നു. സൂരജ്, ആകാശത്ത് വർണ്ണവിസ്മയം വാരി വിതറി പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് ഇങ്ങനെ പുറമിക്കുകയാണല്ലോ. സാമ്പിൾ വെടിക്കെട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പാറമേക്കാവിന്റെ വെടിക്കെട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. വെടിക്കെട്ട് അവസാനിച്ചിട്ടില്ല. ഇനിയാണ് യഥാർത്ഥത്തിൽ ഒരു മത്സര കമ്പം എന്ന് പറയുന്ന പോലെ ഇനി ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ തീർക്കാനുള്ള ചില സസ്പെൻസുകൾ കൂടിയുണ്ട്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും അമിട്ടുകളാണ് ഇനി പൊട്ടാനുള്ളത്. അത് ഈ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കും എന്നുള്ളതാണ് നമ്മളോട് നേരത്തെ തന്നെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും എല്ലാം പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം. അതായത് തിരുവമ്പാടിയെ സംബന്ധിച്ച് അവർ ചില സസ്പെൻസുകൾ, അതിന്റെ സൂചനകൾ നമുക്ക് ആദ്യം അവർ പറഞ്ഞ കാര്യം. അതായത് തിരുവമ്പാടിയെ സംബന്ധിച്ച് അവർ ചില സസ്പെൻസുകൾ, അതിന്റെ സൂചനകൾ നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ഇന്ത്യയിൽ ഭീകരാക്രമണമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ശക്തി വിളിച്ചോതുന്ന തരത്തിലുള്ള ചില അമിട്ടുകൾ, സർപ്രൈസ് അമിട്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ പാറമേക്കാവിനെ സംബന്ധിച്ചും ചില സസ്പെൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരുന്ന കാര്യം. എന്തായാലും നിലവിൽ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും കൂട്ടപ്പൊരിച്ചിലാണ് കണ്ടത്. ആദ്യഘട്ടത്തിൽ പാറമേക്കാവ് ഒരുപക്ഷെ കിടുക്കി എന്ന് പറയാവുന്ന തരത്തിൽ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവമ്പാടിയുടെ
ദേവസ്വം ഓഫീസിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രകമ്പനം അത് ശരിക്കും നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് പാറമേക്കാവ് അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി തിരുവമ്പാടിയുടെ അമിട്ടുകൾ കൂടി എത്താനുണ്ട്. ലഹരിക്കെതിരെ അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഈ അമിട്ടിന്റെ ഭാഗമായി ഇതാ തിരുവമ്പാടിയുടെ അമിട്ടിന് തിരിതെളിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മാനത്ത് തിരുവമ്പാടിയുടെ വർണ്ണവിസ്മയം വീണ്ടും അമിട്ടുകളുടെ രൂപത്തിൽ വിരിയും. അതിനകത്താണ് ചില സന്ദേശങ്ങൾ, ലഹരിക്കെതിരായ സന്ദേശങ്ങൾ പോലും ഉണ്ട്. നമ്മളടക്കം ലഹരിക്കെതിരായ നിരന്തരം നടത്തുന്ന പോരാട്ടങ്ങൾ, ഈ പൂരത്തിലും ലഹരിക്കെതിരായ പോരാട്ടത്തിന് പൂരം പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. വെടിക്കെട്ടിന്റെ വേദിയിൽ പോലും ലഹരിക്കെതിരായ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതുകൂടി നമുക്ക് ഈ പൂരവേദിയിൽ കാണാൻ കഴിയുന്നതാ. ഇപ്പോൾ തിരുവമ്പാടിയുടെ അമിട്ടിന് കൂടി തിരിതെളിയുന്നു. ഇനി ഒരു മത്സര തരത്തിലായിരിക്കും, മത്സരം നേർക്കുനേറുള്ള ഒരു മത്സരം എന്ന തരത്തിലായിരിക്കും. ഇവിടെ ഒരു അമിട്ട് പൊട്ടുമ്പോൾ മറുവശത്ത് പാറമേക്കാവിന്റെ അവിടെയും അമിട്ടിനെ തിരിതെളിക്കും. അത്തരത്തിലൊരു മത്സര സ്വഭാവത്തോടു കൂടിയായിരിക്കും ഇനി അമിട്ടുകൾ പൊട്ടുക. അതാ ഇപ്പോൾ തിരിതെളിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നുള്ള അമിട്ടുകൾ മാനത്ത് വർണ്ണവിസ്മയം തീർക്കും. എസ്കേൻ നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, ഇനി നടക്കാൻ പോകുന്നതാണ് യഥാർത്ഥ വെടിക്കെട്ട് എന്ന് വേണം എന്ന് കരുതാമോ നിഖിൽ പ്രമേഷ്? സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇരു വിഭാഗത്തിന്റെയും അമിട്ടുകൾ ഉണ്ടാകും. അതിൽ നേരത്തെ സൂരജ് സൂചിപ്പിച്ച പോലെ തന്നെ ചില സന്ദേശങ്ങളടക്കം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സത്യത്തിൽ ആ കൂട്ടപ്പൊരിച്ചിൽ, ഏറ്റവും ഒടുവിലത്തെ കൂട്ടപ്പൊരിച്ചിൽ അവർണ്ണനീയമാണ്. വളരെ മനോഹരമായിരുന്നു. ഇത്രയും സമയം, അതായത് ഉച്ച മുതലൊക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പൊരി വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഈ അമിട്ടുകൾ തുടങ്ങിയിരിക്കുന്നു. സ്കേൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവമ്പാടിയുടെ അമിട്ടുകൾ ആരംഭിച്ചിരിക്കുന്നു. അത് ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുകയാണ്. അതും കൂടി കണ്ട ശേഷമായിരിക്കും ഓരോ പൂരപ്രേമികളും ഇവിടെ നിന്ന് മടങ്ങുക. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണമായ തൃപ്തിയോടുകൂടി മടങ്ങാൻ കഴിയുന്ന ഒരു സാമ്പിൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അല്പം കുറേ സമയം അവർ കാത്തിരുന്നെങ്കിലും, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ വന്നത് എപ്പോഴാണെന്ന് ഓർക്കണം. ഉച്ചയ്ക്കൊക്കെ വന്ന ആളുകളാണ്. ഇങ്ങനെ സ്വരാജ് റൗണ്ടിലെ വിവിധ കെട്ടിടങ്ങൾക്ക് മുകളിലും മറ്റും കയറി അവരിങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. അവരുടെ ആ കാത്തിരിപ്പിനൊക്കെ ഒരു വളരെ നല്ലൊരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തി. കാരണം അത്ര മികച്ചൊരു സാമ്പിൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇത്രയധികം കാത്തിരുന്നെങ്കിലും അതെല്ലാം തന്നെ അവർക്ക് വർത്തിയായി അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇത്തവണ വലിയ നിയന്ത്രണങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണയൊക്കെ ഉള്ളതുപോലെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ആശ്വാസത്തോടു കൂടി കുടുംബത്തോടു കൂടി വന്ന് ഈ സാമ്പിൾ വെടിക്കെട്ടടക്കം കണ്ട് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തുടരെ അമിട്ടുകൾ ഇങ്ങനെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അഭൂതപൂർവമായ ജനമാണ് സ്കേൻ ഇന്നിപ്പോൾ ഈ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതോടൊപ്പം തന്നെ കെ രാജൻ അടക്കമുള്ള ആളുകളൊക്കെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഉണ്ടാവുമെന്ന് അവർ ഉറപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി എത്ര ആളുകളായിരിക്കും മറ്റന്നാൾ പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ അക്കാര്യത്തിൽ ഒരു പ്രഡിക്ഷൻ, ഒരു മുൻകൂട്ടി പ്രവചിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടും. കാരണം അത്രയധികം ആളുകൾ എത്തും. ഇത്തവണ സ്വതവേ ശാന്തമായൊരു പൂരം, ഒരു വിവാദവുമില്ലാത്ത, വിവാദരഹിത പരാതിരഹിത പൂരമായിരിക്കും എന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു തോന്നൽ ആളുകൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൂടുതലായ ആളുകൾ ഇത്തവണ എത്തിച്ചേരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്ക് കൃത്യമായി വന്നു പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഇതിനോടകം തന്നെ ദേവസ്വങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഞങ്ങളുള്ള എലൈറ്റിന് മുകളിൽ ആളുകൾ ഇങ്ങനെ ഈ പ്രധാനമായിട്ടുള്ള ഇരു വിഭാഗത്തിന്റെയും സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായ പശ്ചാത്തലത്തിൽ മടങ്ങുകയാണ്. കുറേ പേരൊക്കെ ഈ ഗുണ്ടുകൾ കാണാൻ, അമിട്ടുകൾ കാണാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇരു വിഭാഗത്തിന്റെ ഓരോ വിഭാഗവും ഇത് മത്സരിച്ചാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ പോലും ഒരല്പം ഇത് രണ്ടും പൂർണ്ണമായി കണ്ടു തീർത്ത ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെയുള്ള ആളുകളോടൊക്കെ സംവദിക്കുമ്പോൾ അവർ പറയുന്നത് പാറമേക്കാവിൻ്റെ ഒരു അല്പം കൂടി നന്നായി എന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം അല്ല, തിരുവമ്പാടിയതാണ് ഏറ്റവും മികച്ചത് എന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു. അങ്ങനെ എന്താണെങ്കിലും ഇരു വിഭാഗവും അവർക്കിടയിൽ തന്നെയുള്ള ഒരു മത്സരമുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ സാമ്പിളിൽ കണ്ടത് വെറും സാമ്പിളാണ്. പൂരം വെടിക്കെട്ട് ഇതല്ല, ഇതിനപ്പുറത്തേതാണ് എന്നുള്ളതാണ് തൃശ്ശൂർക്കാർ തന്നെ പറയുന്നൊരു കാര്യം, പൂരപ്രേമികൾ തന്നെ പറയുന്നൊരു കാര്യം. ഈ സാമ്പിളിൽ അല്പം കൂടി വർണ്ണവിസ്മയത്തിന് അവർ പ്രാധാന്യം നൽകാറുണ്ട്. ഈ ശബ്ദത്തിൽ പൊട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് വർണ്ണവിസ്മയത്തിന് ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്നതിന് അല്പം കൂടി പ്രാധാന്യം നൽകാറുണ്ട്. എന്നാൽ ഈ പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട്, പൂരം വെടിക്കെട്ട് എന്ന് പറയുന്നത് അല്പം കൂടി ശബ്ദമുഖരിതമായിരിക്കും. ഒരുപക്ഷെ തൃശ്ശൂരിന്റെ പല ദിക്കുകളിലേക്ക് ആ ശബ്ദം എത്തുന്ന തരത്തിലുള്ളതായിരിക്കും. ആ തരത്തിൽ എന്താ പറയുക, കഴിഞ്ഞ തവണയ്ക്ക് ഒരു ചെറിയ പരാതി, ചെറിയ വിഷമം, ആകുലത, ആശങ്ക ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതെല്ലാം തീർക്കുന്ന ഒരു പൂരമായിരിക്കുമെന്ന് മന്ത്രിമാരൊക്കെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ നടപ്പാക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതും ഏറെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് അവലോകന യോഗത്തിൽ, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള അവലോകന യോഗത്തിലെ തീരുമാനങ്ങൾ തൃപ്തികരമാണ്. കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചു എന്നുള്ളതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. കഴിഞ്ഞ തവണ കഴിഞ്ഞു. ഇനി
വിവാദരഹിതമായിട്ടുള്ള ഒരു പൂരത്തിന് വേണ്ടി ഒന്നിച്ച് പ്രയത്നിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രയത്നം ഫലം കണ്ടു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ, അതായത് പൂരത്തിന്റെ ഈ തുടക്കഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നു. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ സ്വരാജ് റൗണ്ടിൽ ഇന്ന് വരെ ആളുകൾക്ക് ഈ വെടിക്കെട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അല്പം ഗുണ്ടുകൾ കൂടി പൊട്ടാനുണ്ട്. ഇരു വിഭാഗത്തിന്റെയും അവിട്ടുകൾ കൂടി പൊട്ടിത്തീരാനുണ്ട്. അതോടുകൂടി സാമ്പിളിന് പരിസമാപ്തിയാകും. പിന്നെ നാളത്തെ ചടങ്ങുകളിലേക്ക് ആളുകൾ പ്രവേശിക്കും. ഇപ്പോൾ തന്നെ ഈ നഗരമാകെ ആളുകളെ കൊണ്ട് വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ തൃശ്ശൂർക്കാരായിട്ടുള്ള ആളുകൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന, വിദേശത്ത് സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകൾ, അവരെ കൊണ്ടൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും ഇരട്ടിയാകും. നാളെയൊക്കെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. മറ്റന്നാൾ പൂരം ആഘോഷിക്കാൻ ലോകത്തെമ്പാടുമുള്ള പൂരപ്രേമികൾ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാനുള്ള ഈ എലൈറ്റിന് മുകളിലുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും ഇവിടുത്തെ തിരക്ക് ഒഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ സ്വരാജ് റൗണ്ടിന്റെ ഒരു വൈഡ് ഫ്രെയിമാണ് സ്കെയിൽ. അത് ഒരുപാടധികം ആളുകൾ ഈ സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാൻ കഴിയുമെന്ന് മന്ത്രി കെ രാജൻ വെറുതെ പറഞ്ഞതല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ ആളുകൾ സാമ്പിൾ വെടിക്കെട്ട് കണ്ട് ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ തിരുവമ്പാടിയുടെ ഗുണ്ടാണ്, അമിട്ടാണ് പൊട്ടുന്നത്. അതിന് വലിയ സ്വീകാര്യത ഇവിടെ കിട്ടുന്നുണ്ട്. അത് വളരെ വലുതായിരുന്നു. അല്പം കൂടി ഭംഗിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത അമിട്ട് പൊട്ടുന്നു. അതൊരു ട്രിപ്പിൾ അമിട്ടാണ് സ്കെയിൽ. അത് 3 തവണ ആകാശത്ത് മിന്നി പറയുന്ന ഒരു അമിട്ടാണ്. അങ്ങനെ വളരെ രസകരമായിക്കൊണ്ട് പാറമേക്കാവ് വിഭാഗത്തിന്റെ അമിട്ട് പ്രയോഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ രമേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാറമേക്കാവിന്റെ അമിട്ട് പൊട്ടി തുടങ്ങി എന്നാണ് നിഖിൽ പ്രേംസ് റിപ്പോർട്ട് ചെയ്തത്. ഇനി ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കാം. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടിയെന്ന് ആവർത്തിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ ആക്രമിക്കുന്നവർക്ക് ഉചിതമായ മറുപടി നൽകും. साथियों, एक रक्षा मंत्री के रूप में मेरा दायित्व है कि मैं अपने सैनिकों के साथ मिलकर देश की सीमाओं की सुरक्षा सुनिश्चित करूं और मेरा यह दायित्व है कि अपनी सेना के साथ मिलकर देश के ऊपर आंख उठाने वालों को मुंहतोड़ जवाब दूं. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി വ്യോമസേന മേധാവി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൂടുതൽ തെളിവ് ശേഖരണവുമായി NIA. ജമ്മുവിലെ കോട്ട് ഫൽവാൽ ജയിലിൽ കഴിയുന്ന 2 പേരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. ഇന്ത്യയുടെ നദീജല നയതന്ത്രത്തിൽ പാകിസ്ഥാൻ പരിഭ്രാന്തിയിൽ. ചെനാബ് നദിയിലെ ജലമൊഴുക്ക് ഇന്ത്യ കുത്തനെ കുറച്ചതിന് പിന്നാലെ പാകിസ്ഥാനിൽ നാളെ അടിയന്തര പാർലമെന്റ് സമ്മേളനം. ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയുമായി റഷ്യയിലെ പാക് അംബാസഡർ. അതിർത്തിയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്നും പാകിസ്ഥാന്റെ വെടിവയ്പുണ്ടായി. പൂരാവേശത്തിൽ തൃശൂർ. വർണ്ണവിസ്മയം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട്. പൂരം എഴുന്നള്ളിപ്പിന് ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വനംവകുപ്പിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റുക എറണാകുളം ശിവകുമാർ. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. പൂരം തടസ്സപ്പെട്ടപ്പോൾ പലതവണ വിളിച്ചിട്ടും ADGP ഫോൺ എടുത്തില്ലെന്ന മന്ത്രി. MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം. തന്റെ മൊഴി വിവാദമാക്കേണ്ടെന്ന മന്ത്രി കെ രാജൻ. സർക്കാർ നയപരമായ തീരുമാനമെടുക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നേതൃമാറ്റ ചർച്ചകൾക്കിടെ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയില്ലെന്ന് വ്യക്തമാക്കി കെ സുധാകരൻ. പദവി ഒഴിയാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അനാരോഗ്യമെന്ന പ്രചാരണം ബോധപൂർവമെന്നും കെ സുധാകരൻ 24-നോട്. ആരും എന്നോട് മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരില്ല. പിണറായി വിജയന്റെ സർക്കാരിനെ ഇറക്കുക എന്നതാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം. അത് ചെയ്തേ ഞാൻ അടങ്ങും. ഇതുണ്ടെങ്കിൽ ചികിത്സിക്കാൻ ആശുപത്രിയും ഡോക്ടർമാരും ഉണ്ടല്ലോ. ഞാൻ എവിടെ പോകുന്നില്ലല്ലോ. ആ പ്രചരിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? KPCC പ്രസിഡന്റിന്റെ പരസ്യ പ്രതികരണത്തിൽ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലായി. അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകൾ പരിഗണനയിലെന്ന സൂചന. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഇടപെടുമെന്ന് പറഞ്ഞ നേതാക്കൾ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിയെ കാണാൻ അനുവദിച്ചില്ലെന്നും ആരോപണം. അപ്പോയിന്റ്മെന്റ് ഇവരടുത്ത് ചോദിക്കുന്നു.
തരുന്നില്ല. PA ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PA പറഞ്ഞ കാര്യം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ്. അപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പിള്ളേരെ കൊണ്ട് നമ്മളിപ്പോൾ റോട്ടിൽ വന്നിട്ട് ഇത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുമെന്നും NM വിജയന്റെ മരുമകൾ പത്മജ 24നോട്. പുതിയ വഖഫ് നിയമത്തിനെതിരെ സമസ്ത സുപ്രീം കോടതിയിൽ. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വഖഫ് സങ്കല്പത്തെക്കുറിച്ച് ധാരണയില്ലാതെ കോടതി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമെന്നും ഹർജിയിൽ വാദം. കൊച്ചിയിലെ വഖഫ് സംരക്ഷണ സമ്മേളനത്തെ ചൊല്ലി മുസ്ലിം ലീഗ് സുന്നി സംഘടനകളിൽ ഭിന്നത, വിഭാഗീയ നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയത് അക്ഷയ സെന്റർ ജീവനക്കാരിയെന്ന് മൊഴി. നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചോദ്യം ചെയ്യാൻ പോലീസ്. റാപ്പർ വേടന് വീണ്ടും സർക്കാർ പരിപാടിയിൽ വേദി. ഇടുക്കിയിലെ എൻ്റെ കേരളം പരിപാടിയിൽ നാളെ വൈകുന്നേരം വേടൻ പാടും. ലഹരി കേസിനെ തുടർന്ന് റദ്ദാക്കിയ പരിപാടിയിൽ വീണ്ടും വേടനെ എത്തിക്കുന്നത് ജനപിന്തുണ കൂടിയതോടെ. വേടന് സമൂഹത്തിന്റെ സംരക്ഷണമുണ്ടെന്ന് ME ഗോവിന്ദൻ. വനംവകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകാൻ പാടില്ലെന്ന് ബിനോയ് വിശ്വം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിക്ക് കാരണം UPSന്റെ ബാറ്ററി തകരാറെന്ന കണ്ടെത്തൽ. PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറി. 34 ബാറ്ററികൾ നശിച്ച നിലയിൽ. വിശദമായ അന്വേഷണത്തിന് 5 അംഗ സമിതി നിയോഗിച്ച സർക്കാർ. കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ്. പഴയ ബ്ലോക്കിൽ അത്യാഹിത വിഭാഗത്തിന് താൽക്കാലിക പ്രവർത്തനം തുടങ്ങി. ഇസ്രയേലിലെ പ്രധാന വിമാനത്താവളത്തിൽ യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണം. വിമാനത്താവളം അടച്ചിട്ടു. വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. ഹൂതികളുടെ ആക്രമണം തടയാൻ ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല. കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. മറ്റു വാർത്തകളിലേക്ക് വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരബന്ധമുള്ള 2 പേരെ NIA ചോദ്യം ചെയ്തു. ജമ്മുവിലെ ജയിലിൽ വെച്ചാണ് നിസാർ അഹമ്മദ്, മുഷ്താഖ് ഹുസൈൻ എന്നിവരെ ചോദ്യം ചെയ്തത്. ഇതിനിടെ അതിർത്തിയിൽ നിന്ന് 2 പാക് ചാരന്മാരെ പഞ്ചാബ് പോലീസ് പിടികൂടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലത്തിന്റെ അളവ് ഇന്ത്യ കുറച്ചു. ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൂടുതൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? SKN, ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NIAയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് 2 ഭീകരവാദ ബന്ധമുള്ള നിലവിൽ ജയിലിൽ കഴിയുന്ന 2 പേരെ NIA ചോദ്യം ചെയ്തിരിക്കുന്നത്. ജയിലിനുള്ളിൽ വെച്ചാണ് ഇവരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ ഈ ജമ്മു കശ്മീരിൽ നടന്ന 2 ഭീകരാക്രമണങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ആ ഭീകരാക്രമണം എന്നുള്ളത് 7 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു ഭീകരവാദി ആക്രമണവും ഒപ്പം തന്നെ സൈനിക ട്രക്കിന് നേരെ 2023 ഏപ്രിലിൽ നടന്ന ഭീകരാക്രമണമാണ്. ആ ആക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് മറ്റ് സഹായങ്ങൾ, താമസം, യാത്രാ സൗകര്യം അടക്കമുള്ളവ നൽകിയതായി കണ്ടെത്തിയ 2 ഭീകരവാദികളാണ് നിലവിൽ ജയിലിൽ ഉള്ളത്. ഈ ആക്രമണങ്ങളിൽ നിലവിൽ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 2 പേർക്ക് കൂടി പങ്കുണ്ട് എന്ന് മറ്റ് ഭീകരവാദികളിൽ നിന്നും പ്രാദേശിക ഭീകരവാദികളിൽ നിന്നും മൊഴി ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത്. ഈ ഭീകരരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഒപ്പം തന്നെ ഇവരുടെ സ്ഥിരം ഒളിത്താവളങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്. നിലവിൽ ഇപ്പോൾ 75ഓളം പ്രാദേശിക ഭീകരവാദികൾ NIAയുടെ കസ്റ്റഡിയിലുണ്ട്. ഒപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസ് ഏതാണ്ട് 3000-ലധികം പേരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. പ്രാദേശിക ഭീകരവാദികളുടെ വലിയ സഹായം ഈ ഭീകരവാദികൾക്ക്, പഹൽഗാമിൽ ആക്രമണം നടത്തിയ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരവാദികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. അതേസമയം ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അവർക്ക് ഈ പ്രാദേശിക സഹായം ലഭിക്കുന്നതിനാലാണ് കൂടുതൽ കാലം ഈ കാട്ടിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നൊരു നിഗമനം ഈ അന്വേഷണ സംഘത്തിനുണ്ട്, തെരച്ചിൽ സംഘത്തിനുണ്ട്. ഇത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നടപ്പാക്കി വരികയാണ്. ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള മുഴുവൻ പഴുതുകളും അടച്ചു കഴിഞ്ഞു എന്നാണ് സുരക്ഷാ സേന അറിയിക്കുന്നത്.
അറിയിക്കുന്നത്. അതേസമയം ഈ പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനങ്ങൾ തുടരുന്ന ഘട്ടത്തിൽ ഇന്ത്യ നടപടികൾ കടുപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ചെനാബ് നദിയിലെ അണക്കെട്ട് അടയ്ക്കാനുള്ള ഒരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. സമാനമായി ജലം നദിയിലും സമാനമായ നീക്കം തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ്. വരും ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. പാകിസ്ഥാനെ എതിരായ കടുത്ത നടപടികൾ, അത് ദീർഘകാല ലക്ഷ്യം വെച്ചുള്ള നടപടികളാണ് ഈ നദികളിലെ വെള്ളം അടയ്ക്കുന്നതിലൂടെയും തുറക്കുന്നതിലൂടെയും ഇന്ത്യ നടപ്പാക്കുന്നത്. യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഇത്തരത്തിലുള്ള നടപടി പാകിസ്ഥാനിലെ ഈ മേഖലയിലെ ജനങ്ങളെ അത് വലിയ തോതിൽ തന്നെ ദുരിതത്തിലാക്കും. അവർ സർക്കാരിനെതിരായ തിരിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം അതിർത്തി മേഖലകളിൽ ഇപ്പോഴും അതീവ ജാഗ്രത തുടരുകയാണ്. പ്രധാന അതിർത്തികളിൽ എല്ലാം തന്നെ പൂഞ്ച്, രജൌരി അടക്കമുള്ള അതിർത്തി മേഖലകളിൽ എല്ലാം തന്നെ പാകിസ്ഥാന്റെ പ്രകോപനം തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നു. 9ാം ദിവസവും ഇന്നലെ രാത്രിയും പാകിസ്ഥാൻ വെടിയുതിർത്തിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ. ഇതിന് തക്കതായ മറുപടി തന്നെ നൽകുക എന്ന ഒരു തീരുമാനം സൈന്യത്തിനുണ്ട്. നിലവിലിപ്പോൾ സ്മോൾ ആംസ് ഉപയോഗിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തക്കതായ മറുപടി തന്നെ ഇന്ത്യ നൽകുന്നു. എന്നാൽ ഈ പ്രകോപനം ആവർത്തിച്ചാൽ കടുത്ത പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം നാവികസേനാ മേധാവിയും ഇന്ന് വ്യോമസേനാ മേധാവിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചകളിൽ നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ സൈനികരോടൊപ്പം രാജ്യത്തിൻ്റെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് ഉചിതമായി മറുപടി നൽകേണ്ടത് കൂടി തൻ്റെ ചുമതലയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇവർക്ക് തക്കതായ മറുപടി കൊടുക്കുമെന്നും രാജ്നാഥ് സിംഗ് ഉറപ്പിച്ചു പറയുന്നു. एक राष्ट्र के रूप में भारत के भौतिक स्वरूप की सुरक्षा हमारे वीर सैनिकों ने हमेशा की है। जहां एक तरफ हमारे सैनिक रणभूमि में लड़ते हैं, वहीं दूसरी तरफ हमारे संत जीवन भूमि में लड़ते हैं। साथियों, एक रक्षा मंत्री के रूप में मेरा दायित्व है कि मैं अपने सैनिकों के साथ मिलकर देश की सीमाओं की सुरक्षा सुनिश्चित करूं। और मेरा यह दायित्व है कि अपनी सेना के साथ मिलकर देश के ऊपर आंख उठाने वालों को मुंहतोड़ जवाब दूं। आप सभी हमारे प्रधानमंत्री नरेंद्र मोदी जी को अच्छी तरह जानते हैं, उनकी कार्यशैली से भी अच्छी तरह परिचित हैं, उनकी दृढ़ता से भी अच्छी तरह परिचित हैं। പാക് യുവതിയെ വിവാഹം ചെയ്തത് CRPFന്റെ അനുമതിയോടെ എന്ന പിരിച്ചുവിട്ട ജവാൻ മുനീർ അഹമ്മദിന്റെ വിശദീകരണം. വിവാഹത്തിന് മുമ്പും ശേഷവും എല്ലാ വിവരങ്ങളും CRPFനെ അറിയിച്ചിരുന്നു എന്നാണ് പ്രതികരണം. പാക് യുവതി വിവാഹം ചെയ്ത വിവരം മറച്ചുവെച്ചത് ഇന്നലെയാണ് CRPFൽ നിന്ന് മുനീർ അഹമ്മദിനെ പിരിച്ചുവിട്ടത്. പാകിസ്ഥാൻ യുവതിയുമായുള്ള വിവാഹം മറച്ചുവെച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ജവാൻ മുനീർ അഹമ്മദിനെ CRPF ഇന്നലെ പിരിച്ചുവിട്ടത്. CRPFന്റെ നടപടിയിൽ വിശദീകരണവുമായി മുനീർ അഹമ്മദ് രംഗത്തെത്തി. പാക് യുവതിയുമായുള്ള വിവാഹത്തിന് താൻ CRPFൽ നിന്ന് അനുമതി തേടിയിരുന്നു. അനുമതി തേടി 5 മാസങ്ങൾക്കു ശേഷം തനിക്ക് മറുപടി ലഭിച്ചു എന്നും മുനീർ അഹമ്മദ്. एक्चुअली ये हमारी शादी 24 मई 2024 को हुई थी, वीडियो कॉन्फ्रेंस के जरिए। ये मेरी कज़न है, मेरे मामू की बेटी है। मैं CRPF में कार्यरत हूँ, तो मैंने अपने विभाग को शादी की अनुमति के लिए सूचना देने के लिए मैंने 31/12/2022 को मैंने एक लेटर लिखा था, और उसको उस लेटर के ऊपर कुछ आपत्तियां लगा के इन्होंने रिटर्न कर दिया 24 जनवरी സസ്പെക്ട്. വിവാഹശേഷവും വിവരം രേഖാമൂലം CRPFനെ അറിയിച്ചു. താൻ വിവാഹം ചെയ്തത് ബന്ധുവിനെയാണെന്നും വിഭജനത്തിന് മുൻപ് ഇരു കുടുംബങ്ങളും ഇന്ത്യയിലാണ് താമസിച്ചതെന്നുമാണ് മുനീർ അഹമ്മദിന്റെ വിശദീകരണം. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാരോട് രാജ്യം വിടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതോടെയാണ് പാക് യുവതിയുമായുള്ള മുനീർ അഹമ്മദിന്റെ വിവാഹ വിവരം പുറത്തറിയുന്നതും അതിൽ CRPF നടപടി സ്വീകരിച്ചതും. 24 ഡൽഹി. ലിസ്റ്റിൻ സ്റ്റീഫന്റെ വിവാദ പരാമർശത്തിൽ പ്രതികരിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സിയാദ് കോക്കർ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഭിന്നതയില്ല, നിർമ്മാതാവായതിനാൽ വ്യക്തിപരമായ നിലപാട് പറഞ്ഞുകൂടാ എന്ന് നിർബന്ധവുമില്ല. ലിസ്റ്റിൻ പറഞ്ഞത് സ്വന്തം വേദനകളും അനുഭവങ്ങളും. മാന്യമായ വിമർശനമാണ് പൊതുവേദിയിൽ ഉന്നയിച്ചത്. പരാതി തന്നാൽ നടപടി സ്വീകരിക്കുമെന്നും സിയാദ് കോക്കർ. ഒന്നുമില്ല, അസോസിയേഷനിൽ ഇന്റർഫിയർ തന്നെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ഒരു കംപ്ലൈന്റ് കിട്ടാതെ നമ്മൾ പുറത്തുനിന്ന് കേൾക്കാൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ലിസ്റ്റിൻക്ക് ഇവൻ ആ കംപ്ലൈന്റ് തരണം, തന്നാലേ നമ്മുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അറിയുള്ളൂ. അയാൾക്ക് എന്തെങ്കിലും സങ്കടം വന്നിട്ടായിരിക്കും അത് പറഞ്ഞത്. അതിനകത്തൊരൊന്നുമില്ല. അയാളുടെ ഫീലിംഗ് എന്താണെന്ന് നമുക്ക് പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണെന്ന്.
പുള്ളിക്ക് ആ സാഹചര്യത്തിൽ എന്തോ അത്രയും വിഷമം തോന്നിയിട്ടാണ് പുള്ളി അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അതിന് മാന്യത കാണിച്ചില്ലേ? പുള്ളി ആളുടെ പേര് പറയാതെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് നിർത്തിക്കോ എന്ന് പറഞ്ഞ തെറ്റൊന്നുമില്ലല്ലോ. നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും സിയാദ് കോക്കർ 24-നോട്. എന്തിനാ ഈ സാന്ദ്ര തോമസിനെ? അവരെന്താ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരാണ്? അവര് ഒരു 2-3 പടം എടുത്തെന്നും പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ആവുമോ? ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാർ വന്ന് പറഞ്ഞാലല്ലേ. പറയുന്നതിനകത്ത് വിശ്വാസ്യത ഇല്ല അല്ലേ? വിശ്വാസ്യത ഇല്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് പ്രൈം ടൈമിൽ ചേരുന്നു. അഭിനന്ദ്, പറയൂ, സിയാദ് കോക്കർ പറയാതെ പറയുന്നത് എന്താണ്? SKN മലയാളത്തിലൊരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നുമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ നിലപാട്. അതൊരു താക്കീത് രൂപേണയാണ് സിനിമയുടെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ഇതിന് പിന്നാലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കടുത്ത ഭിന്നത എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിനകത്ത് ലിസ്റ്റിൻ ചോദിക്കാതെയും പറയാതെയും ഇത്തരത്തിലേക്ക് ഒരു പൊതു ഇടത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നതായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു വിഭാഗത്തിന്റെ നിലപാട്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്കെതിരെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് സിയാദ് കോക്കർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഭിന്നതയുമില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്നത് കാലങ്ങളായി അദ്ദേഹം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന നിർമ്മാതാവാണ്. അത്തരത്തിലേക്കുള്ള നിർമ്മാതാവിന് പറയുന്ന നിലപാടുകൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വേദനകളും യാതനകളുമാണ് അത്തരത്തിൽ പറഞ്ഞതെന്നും അത് അങ്ങനെ മാത്രം കണ്ടാൽ മതിയെന്നുമാണ് ഇപ്പോൾ സിയാദ് കോക്കർ പ്രതികരിച്ചിരിക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ വാക്കാൽ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുമായിട്ടോ മറ്റ് കൂടെയുള്ള സഹപ്രവർത്തകരുമായിട്ട് ഇത്തരത്തിലേക്ക് ചർച്ച നടത്തിയിട്ടില്ല. അതിനുശേഷം അദ്ദേഹം ഒരു പരാതി തന്നു കഴിഞ്ഞാൽ ആ നടനെതിരെ നടപടി സ്വീകരിക്കും. നടന്റെ പേര് പോലും പറയാതെ മാന്യമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് എത്ര വലിയ വിവാദമാക്കേണ്ടത്, മാധ്യമങ്ങളാണ് ഇത്തരത്തിലേക്ക് വലിയ വിവാദമാക്കിയത് മാറ്റിയതെന്നും സിയാദ് കോക്കർ പ്രതികരിച്ചു. ഒപ്പം തന്നെ സാന്ദ്ര തോമസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സിയാദ് കോക്കർ പറയുന്നത്. നമുക്കറിയാം സാന്ദ്ര തോമസ് ഈ ലിസ്റ്റിൻ സ്റ്റീഫന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുന്നു. പിന്നെ അവർ മാധ്യമങ്ങളോട് അടക്കം പ്രതികരിക്കുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കണമെന്ന് അടക്കം പറയുന്നുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ സിയാദ് കോക്കർ പറഞ്ഞിരിക്കുന്നത്. 1-2 സിനിമകൾ നിർമ്മിച്ചു എന്ന് കരുതി ഒരു നിർമ്മാതാകില്ല, അത്തരത്തിൽ വിശ്വാസതയില്ലെന്നും പറയുന്നു. ഓക്കെ, താങ്ക് യു. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകാൻ പ്രൈം ടൈമിൽ വന്നത്. പാലക്കാട് അട്ടപ്പാടി കണ്ടിയൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ജാർഖണ്ഡ് സ്വദേശി രവിയാണ് മരിച്ചത്. തല അറുത്തുമാറ്റിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN പ്രതിയെ ഇതിനകം തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം സ്വദേശി ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയായ അസം സ്വദേശി നൂറുൽ ഇസ്ലാം 45 വയസ്സ് എന്നാണ് പോലീസ് പറയുന്നത്. കുറച്ച് ദിവസമായി മാത്രമേ ഉള്ളൂ ഈ നൂറുൽ ഇസ്ലാം ഈ അട്ടപ്പാടിയിലെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളൂ. ഇവിടെ ഒരു ആട് മേയ്ക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഒരു ആട് ഫാമിൽ ജോലി ചെയ്യുകയാണ്. നിരവധി ആടുകളുണ്ട്. വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. ഇയാളെയും അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യയെയും ഈ സംഭവത്തിന് ശേഷം കാണാനില്ല, ഒളിവിലാണ് എന്നാണ് അഗളി പോലീസ് ഇതിനകം നൽകുന്ന വിവരം. എന്തായാലും കഴുത്തറുത്ത നിലയിൽ, അതായത് രൂക്ഷമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. ബ്രൂട്ടൽ മർഡർ എന്നാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ രവിക്ക് 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ രണ്ടുപേരും ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്നാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം ഒരു 6:30 മണിയോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണെന്നും ഭയപ്പെടുന്നുണ്ട്. എന്തായാലും വനാതിർത്തിയിലോട് ചേർന്ന പ്രദേശമായതിനാൽ തന്നെ വനത്തിലേക്ക് ഈ 2 പ്രതികളും രക്ഷപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് വനംവകുപ്പിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു പരിശോധന ആ മേഖലയിൽ നടക്കുന്നുണ്ട്. നമ്മൾ അല്പസമയത്തിന് മുമ്പ് ചില പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചിരുന്നു. ഇന്ന് തന്നെ പ്രതികൾ പിടിയിലാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണ് കൊലപാതക കാരണമെന്നതിനെ കുറിച്ചുള്ള വിവരം പ്രതികൾ പിടിയിലായാൽ മാത്രമേ മനസ്സിലാക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ അഗളിയിലെ ആശുപത്രിയിലേക്ക്, കോട്ടത്തറ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. മറ്റൊരു വാർത്തയിലേക്ക്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കുന്നു. പുതിയ KPCC പ്രസിഡന്റ് ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കി കെ സുധാകരൻ്റെ പ്രതികരണം വന്നത്. തനിക്ക് അനാരോഗ്യമെന്ന് ചില ബോധപൂർവം പ്രചരിപ്പിക്കുന്നതാണ് എന്ന് കെ സുധാകരൻ പറയുന്നു. അതേസമയം ആന്റണിയെ KPCC അധ്യക്ഷനാക്കി ഉടൻ പ്രഖ്യാപനം ഇറങ്ങിയേക്കുമെന്ന സൂചന വരുന്നു. പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിൽ AICC നേതൃത്വത്തിൽ ചർച്ച സജീവമായിരിക്കെയാണ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി കെ സുധാകരന്റെ നീക്കം. പ്രചാരണങ്ങൾ ശരിയല്ലെന്നും തന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ലെന്നുമുള്ള കെ സുധാകരന്റെ പ്രതികരണത്തിൽ നേതൃത്വം പ്രതിരോധത്തിലായി. തനിക്ക് അനാരോഗ്യമെന്നത് തെറ്റായ പ്രചരണമാണെന്നും ഇടതു സർക്കാരിനെ ഇറക്കിയേ താൻ പോകൂവെന്നും സുധാകരൻ പറയുന്നു. UDF അധികാരത്തിലെത്തുന്നതുവരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടത് ആവശ്യമെന്ന് കെ സുധാകരൻ 24-നോട് പറഞ്ഞു. ആരും എന്നോട് മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരില്ല.
എൻ്റെ സേവനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടി പ്രവർത്തകന്മാർ. ഇടതുപക്ഷത്തെ ഇറക്കുക, പിണറായി വിജയൻ്റെ സർക്കാരിനെ ഇറക്കുക എന്നതാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം. അത് ചെയ്തേ ഞാൻ അടങ്ങും. ആഗ്രഹമല്ല, ആവശ്യം. എന്നാൽ KPCC അധ്യക്ഷനെ മാറ്റാനുള്ള ചർച്ചകൾ നേതൃത്വത്തിൽ സജീവമാണ്. ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകളാണ് പരിഗണനയിൽ. അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ആന്റോ ആന്റണി. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരറിയിപ്പും എനിക്ക് ഇത് സംബന്ധമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. എന്നാൽ K സുധാകരനുള്ള പിന്തുണ ആവർത്തിച്ച് K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തി. ഇപ്പോഴൊരു മാറ്റം നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്കുണ്ട്. ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്ന ഹൈക്കമാൻഡാണ്. പദവി ഒഴിയാൻ K സുധാകരൻ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ഹൈപ്പവർ കമ്മിറ്റിയെ രൂപീകരിക്കാനാണ് ആലോചന. KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം എന്ന ചർച്ചകൾ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബം. സംരക്ഷണം ഏറ്റെടുത്ത പ്രിയങ്ക ഗാന്ധിയെ കാണാൻ പോലും അവസരം തരുന്നില്ല. 10 ദിവസങ്ങൾക്കകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുമെന്നാണ് കുടുംബത്തിന്റെ മുന്നറിയിപ്പ്. ഒപ്പമുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധിയും KPCC നേതൃത്വവും NM വിജയന്റെ കുടുംബത്തിന് നേരിട്ട് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഫോൺ പോലും എടുക്കുന്നില്ലെന്നാണ് പരാതി. ബത്തേരിയിൽ വനം വകുപ്പ് ഓഫീസിൽ പ്രിയങ്ക ഗാന്ധി എത്തുന്നതറിഞ്ഞാണ് NM വിജയന്റെ മകനും കുടുംബവും എത്തിയത്. പ്രിയങ്കയെ കാണാൻ അനുമതിയില്ലെന്ന് ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് കാണാമെന്ന് പറഞ്ഞ് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവേശിപ്പിച്ചെങ്കിലും കാണാനായില്ല. ഞങ്ങൾ 2 പ്രാവശ്യമായിട്ട് ഇപ്പം മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഇവരെടുത്ത് ചോദിക്കുന്നു, തരുന്നില്ല. PA ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PA പറഞ്ഞ കാര്യം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ്, അപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പിള്ളേരെ കൊണ്ട് നമ്മളിപ്പോൾ റോട്ടിൽ വന്നിട്ട് ഇത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഈ പാർട്ടി ചുമതലപ്പെടുത്തിയ ഒരു MLA ഉണ്ട്. അവരെടുത്ത് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ മെയ് മാസത്തിൻ്റെ ഉള്ളിലും അവർ ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 2 കോടിയിലധികം രൂപയുടെ ബാധ്യത കുടുംബത്തിനുണ്ടെന്നും തങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ IC ബാലകൃഷ്ണൻ MLA ആയിരിക്കും ഉത്തരവാദിയെന്നും NM വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു. 10 ദിവസത്തിനകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും കുടുംബം വ്യക്തമാക്കി. 24 വയനാട്. കോഴിക്കോട് നഗരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ മയക്കുമരുന്ന് വേട്ട. 36 ഗ്രാം MDMAയുമായി ഒരു യുവാവ് പിടിയിലായി. തലക്കുളത്തൂർ സ്വദേശി മൃദുലാണ് പിടിയിലായത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് പ്രൈം ടൈമിൽ ചേർന്നു. രാഹുൽ, വിശദാംശങ്ങൾ. കോഴിക്കോട് ഡാൻസാഫിന്റെയും പോലീസിന്റെയും ലഹരിവേട്ട തുടരുകയാണ്. അല്പസമയം മുമ്പ് രാമനാട്ടുകരയിൽ 650 ഗ്രാം കഞ്ചാവ് പിടികൂടിയ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ എലത്തൂരിൽ നിന്ന് എലത്തൂർ പെട്രോൾ പമ്പിന് സമീപമാണ് ഈ MDMA വേട്ട നടത്തിയിരിക്കുന്നത്. തലക്കുളത്തൂർ സ്വദേശിയായിട്ടുള്ള മൃദുലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് എലത്തൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ പ്രതി നേരത്തെയും മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് 36 ദിവസം ജയിൽവാസം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം ബംഗളൂരുവിൽ നിന്നും വലിയ രീതിയിൽ MDMA കേരളത്തിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നതായി ഡാൻസാഫിന് വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ദിവസമായി ഈ പ്രതി ഡാൻസാഫിന്റെ രാഹുൽ സുരേഷിന്റെ ലൈനിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഇത്രയേ ഉള്ളൂ കാര്യം. 36 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിലായി. തലക്കുളത്തൂർ സ്വദേശി മൃദുലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി ഇപ്പോൾ വരുന്നൊരു വാർത്ത ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ അറിയിക്കുന്നു. ഒരു വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. തൊടുപുഴ ഞറുകുറ്റിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ഈ അപകടത്തിലാണ് യുവാവ് മരിച്ചത്. മുതലക്കോടം സ്വദേശി ആദിത്യൻ ദാസാണ് മരിച്ചത്. 22 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ബസ്സിൻ്റെ അമിത വേഗമാണ് അപകടമുണ്ടാക്കിയെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുന്നു. ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്ന യുവാവിനെ ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. സങ്കടകരമായ കാര്യം. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയതിൽ വഴിത്തിരിവ്. വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയത് നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിയാണെന്ന മൊഴി. അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. പത്തനംതിട്ടയിലെ തൈക്കാവ് സ്കൂളിലാണ് വ്യാജ ഹാൾ ടിക്കറ്റുമായി തിരുവനന്തപുരം പാറശാല സ്വദേശിയായ വിദ്യാർത്ഥി നീറ്റ് പരീക്ഷ എഴുതാനെത്തിയത്. വിദ്യാർത്ഥിയുടെ ഹാൾ ടിക്കറ്റിൽ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി. മാനുഷിക പരിഗണന വെച്ച് 1 മണിക്കൂർ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. ഇതിനിടയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു കേന്ദ്രത്തിൽ ഇതേ റോൾ നമ്പറിൽ മറ്റൊരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നുണ്ടെന്ന് വിവരം ലഭിച്ചു. തുടർന്ന് പരീക്ഷാ കേന്ദ്രത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകി. വിദ്യാർത്ഥിയെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിയാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയെന്നാണ് ഇവർ നൽകിയ മൊഴി. ഒരു അക്ഷയ സെന്ററിൽ നിന്ന് അവർ അഡ്മിറ്റ് കാർഡ് എടുക്കുകയും അത് ഈ പയ്യൻ്റെ അമ്മയുടെ
മൊബൈലിലേക്ക് അയച്ചു കൊടുത്ത് അവർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് ഇതുവരെയുള്ള ഇൻഫർമേഷൻ. പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിയുടെ അമ്മ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിക്ക് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായി രേഖകൾ കൈമാറിയിരുന്നു. പരീക്ഷയുടെ സമയമായപ്പോൾ വിദ്യാർത്ഥിയുടെ അമ്മ ഹാൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടു. അക്ഷയ സെന്റർ ജീവനക്കാരി കമ്പ്യൂട്ടറിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥ നീറ്റ് ഹാൾ ടിക്കറ്റിൽ കൃത്രിമം നടത്തി വാട്സപ്പ് വഴി അയച്ചു നൽകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കിട്ടിയത് യഥാർത്ഥ ഹാൾ ടിക്കറ്റാണോ എന്ന് ഇവർ പരിശോധിച്ചില്ല. സംഭവത്തിൽ തിരുവനന്തപുരത്തെ അക്ഷയ സെന്റർ ജീവനക്കാരിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. 24 പത്തനംതിട്ട. ഞാൻ നേരത്തെ പറഞ്ഞ അപകടത്തിന്റെ വാർത്തയിലേക്ക് നമ്മൾ വിശദമായി പോവുകയാണ്. ഇടുക്കി തൊടുപുഴ ഞറുകുറ്റിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചൊരു യുവാവിന് ദാരുണ അന്ത്യമുണ്ടായി. മുതലക്കോടും സ്വദേശി ആദിത്യൻ ദാസാണ് മരിച്ചത്. ബസ്സിന്റെ അമിത വേഗമാണ് ഈ അപകടം ഉണ്ടാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ടെലിഫോണിലുണ്ട്. രാഹുൽ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN 7 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബസിന്റെ അമിത വേഗതയാണ് ഒരു യുവാവിന്റെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറത്തേക്ക് പോകുകയായിരുന്ന ബസ് ഞറുകുറ്റിക്ക് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാക്കിയത്. ഈ ബസ് ഈ ബൈക്കുകാരനെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഒരല്പനേരം ഈ ബൈക്കുമായി തന്നെ ബസ് മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ ഈ ബൈക്കിൽ നിന്ന് തെറിച്ച് ദൂരേക്ക് മാറി വീണ ഈ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ബസ് ജീവനക്കാരോ മറ്റാളുകളോ ഏറെ നേരത്തേന് തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. അതും ഈ യുവാവിന്റെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളത് സങ്കടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൈകാലുകളൊക്കെ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കാൻ താമസിച്ചതാണ് ഈ മരണം സംഭവിക്കാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് ഒരു ഗുരുതര വീഴ്ചയായിട്ട് ആ നാട്ടുകാർ ആരോപിക്കുന്ന ഒരു കാര്യം കൂടി. എന്തായാലും പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ ബൈക്ക് കാരനെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഓക്കെ, എന്തായാലും കഷ്ടമായി പോയി. കൊച്ചിയിലെ വഖഫ് സംരക്ഷണ സമ്മേളനത്തിൽ ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കാത്തതിൽ സുന്നി സംഘടനകളിൽ ഭിന്നത. സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്തില്ല. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ വിഭാഗീയത ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24 പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിനെതിരായി കേരളത്തിലെ 4 സുന്നി സംഘടനകളുടെ നേതൃത്വത്തിലാണ് സംയുക്ത സമ്മേളനം തീരുമാനിച്ചത്. എന്നാൽ സമ്മേളനത്തിലേക്ക് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചിരുന്നില്ല. ഇത് ചർച്ചയായതോടെയാണ് സംഘടനകളുടെ പിന്മാറ്റം. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് സമ്മേളന ഉദ്ഘാടനം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വീഡിയോ സന്ദേശത്തിൽ ഒതുക്കി. തുടർച്ചയായുള്ള യാത്രയും മറ്റും കാരണം ചില പ്രയാസങ്ങളുണ്ട്. ട്രെയിൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണവും പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം എല്ലാവരെയും അറിയിക്കുകയാണ്. സമസ്തയിലെ ലീഗ് അനുകൂലികളും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു വിഭാഗവും നേരത്തെ തന്നെ സമ്മേളനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അതേസമയം സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കാതിരുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടല്ലെന്നാണ് സംഘാടക സമിതിയുടെ വിശദീകരണം. ഈ പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പദവിയിൽ പ്രത്യേകിച്ച് ഒരു ഉയർച്ച കിട്ടാനില്ല. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഒരു കുറവും തങ്ങളെ സംബന്ധിച്ച് വരാനില്ല. അങ്ങനെ വരുന്നു എന്ന് പ്രചരിപ്പിക്കുന്നവർ സത്യത്തിൽ തെറ്റാണ് ചെയ്യുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ വിഭാഗീയത ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അത് ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല. അതൊരു ദേശീയ വിഷയമാണ്, ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അതുപോലെ ഭരണഘടനാ തത്വങ്ങളെയൊക്കെ പാലിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ എതിർക്കാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. അത് ഒറ്റക്കെട്ടായി എതിർക്കുകയും ചെയ്യേണ്ടത്. അതിൻ്റെ പേരിൽ ഒരു വിഭാഗീയത ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു വിഭാഗവും സംസ്ഥാന ജമിയത്തുൽ ഉലമയും കാന്തപുരം വിഭാഗവും സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊച്ചി കല്ലൂരിലായിരുന്നു വഖഫ് സംരക്ഷണ സമ്മേളനം. 24 കൊച്ചി. ഇടുക്കിയിലെ സർക്കാർ പരിപാടിയിൽ പാടാൻ റാപ്പർ വേടൻ എത്തുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് നാളെ വേടൻ്റെ ഷോ ഉണ്ടാവുക. കഞ്ചാവ് കേസിനെ തുടർന്ന് ഈ പരിപാടി നേരത്തെ റദ്ദാക്കിയിരുന്നു. വേടനെ അനുകൂലിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ രംഗത്ത് വന്നു. ഇടുക്കി ചെറുതോണിയിൽ നടക്കുന്ന എൻ്റെ കേരളം പരിപാടിയിൽ റാപ്പർ വേടൻ പരിപാടി അവതരിപ്പിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ 29-നാണ്. എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായി 28-ന് വേടനെ പിടികൂടിയതോടെ ഈ പരിപാടി റദ്ദാക്കി. പോലീസും വനം വകുപ്പും എടുത്ത കേസിനു പിന്നാലെ വേടനു ലഭിച്ചത് വലിയ ജനപിന്തുണയാണ്. പുലിപ്പല്ലു കേസിൽ തിടുക്കപ്പെട്ടുള്ള വനം വകുപ്പിന്റെ നടപടിയിൽ വലിയ വിമർശനവും നേരിട്ടു. വേടന്റെ ഭാഗത്തുണ്ടായ ചില തെറ്റുകൾ അംഗീകരിക്കുന്നില്ലെന്ന്
CPIM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ അതിനേക്കാൾ വലിയ തെറ്റു ചെയ്തവർക്കെതിരെ ഇത്തരം നടപടികൾ കണ്ടിട്ടില്ലെന്നും MA ബേബി പറഞ്ഞു. വേടനെ വേട്ടയാടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വനം വകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. വേടൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരുത്തുകയാണ്. അപ്പോൾ തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടൽ കണ്ടാൽ മതി. ഒരു തെറ്റ് പറ്റിയത് സമ്മതിച്ചു. അതൊരു മഹത്വമാണ്. വനം വകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകാൻ പാടില്ല. വേടനെതിരായ നടപടി ഒറ്റപ്പെട്ടതല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ദളിത് സമുദായത്തെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പിണറായിയും മോദിയും ഒരുപോലെയെന്നും വിമർശനം. ഇത് വേടൻ ഒറ്റക്കല്ലല്ലോ. അട്ടപ്പാടിയിലെ മധു എങ്ങനെയാ മരിച്ചത്? പോലീസുകാരൻ കൈകാര്യം ചെയ്ത് കൊന്ന വിനായകന്റെ സ്ഥിതി എന്തായിരുന്നു? മിസ്റ്റർ പിണറായി, എന്ത് വ്യത്യാസമാണ് നിങ്ങളും നരേന്ദ്രമോദിയും തമ്മിൽ ദളിത് സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നതിൽ? നാളെ വൈകിട്ട് 7 മണിക്ക് വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് വേടന്റെ റാപ്പ് ഷോ. പരിപാടിക്ക് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 24 ഇടുക്കി. പത്തനംതിട്ട മേക്കുഴൂരിൽ ക്ഷേത്രത്തിൽ ലഹരി സംഘത്തിന് ആക്രമണമുണ്ടായി. ഋഷികേശ ക്ഷേത്രമുറ്റത്തെ ബോർഡുകളും കട്ടൗട്ടുകളും തകർത്തു. ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തു. 10 പേരടങ്ങുന്ന ഒരു സംഘമാണ് എത്തിയതെന്ന് നാട്ടുകാർ. ഞാൻ വഞ്ചി സ്ഥിരം അവിടെ ഇരിക്കുന്ന വഞ്ചി സ്ഥിരം എടുത്ത് മേളിൽ കൊണ്ട് വെക്കുന്നതാണ്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബൈക്കിൽ നിന്ന് ആൾ വന്ന് കുറേ നേരം വണ്ടി അവിടെ റേസ് ചെയ്തിട്ട് ചാടി കയറി എന്നെ കണ്ടുകൊണ്ടാണ് അവർ അകത്ത് കയറി വന്ന്. ഞാൻ ഇപ്പോൾ അവരുടെ വടിവാളും അതുപോലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അതുകൊണ്ട് ഞാൻ അകത്ത് കയറിപ്പോൾ അത് കഴിഞ്ഞാണ് ഇതെല്ലാം ഇത്രയും നാശം ഉണ്ടാക്കി വെച്ചത്. അതിൽ 2 പേര് കയറി വന്നത്, ബാക്കിയുള്ളവർ താഴെ നിൽക്കുമായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് SKN ഈ വൈകിട്ടോട് കൂടിയാണ് മെക്കഴൂരിലെ ഋഷികേശ ക്ഷേത്രത്തിൽ 10 പേരടങ്ങുന്ന സംഘം എത്തി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ഈ ജീവനക്കാരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം തന്നെ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച ബോർഡുകളും കട്ടൗട്ടുകളും എല്ലാം തന്നെ ഇവർ തകർത്തു. വലിയ തോതിൽ ഒരു ഭീകരാന്തരീക്ഷമാണ് ഇവർ സൃഷ്ടിച്ചത്. 10 പേരടങ്ങുന്ന സംഘം ബൈക്കിലും മറ്റും എത്തിയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ഒരു ഗാനമേളയൊക്കെ നടക്കുന്നതിനിടയിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ച എന്നാണ് ഈ പ്രശ്നങ്ങൾ എന്നാണ് പ്രാഥമിക മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മെക്കഴിയൂരിൽ ഈ ലഹരി സംഘത്തിൽപ്പെട്ട ആളുകൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നൊരു സംശയമുണ്ട്. ഇത്തരത്തിൽ മദ്യലഹരികളൊക്കെ തന്നെയായിരുന്നു ഇവരുടെ അതിക്രമം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്ര ജീവനക്കാരെ കൈകാര്യം ചെയ്യുകയും ഒപ്പം തന്നെ ക്ഷേത്രമുറ്റത്ത് കയറി കട്ടൗട്ടുകളും ബോർഡുകളും തകർത്താണ് ഈ 10 സംഘം മടങ്ങിയത്. SKN വലിയ ഭീതിയാണ് ഇവർ കുറെ നേരം ക്ഷേത്ര പരിസരത്ത് പരത്തിയത്. എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് ടെലിഫോണിൽ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി ബാലകൃഷ്ണൻ. KPCCക്ക് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്ന ചർച്ചകൾ സജീവമായിരിക്കുന്നതിനിടയിൽ ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി കെ സുധാകരന്റെ പ്രതികരണം. പ്രചാരണങ്ങൾ ശരിയല്ലെന്നും തന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ലെന്നുമാണ് കെ സുധാകരന്റെ പ്രതികരണം. ഇതോടെ നേതൃത്വം പ്രതിരോധത്തിലായി. കെ സുധാകരൻ തുടരുമോ ഇല്ലയോ? അഫ്സലിന്റെ ബാലകൃഷ്ണൻ. നേരം വെളുത്തപ്പോൾ തന്നെ നടു റോട്ടിൽ ഒരറിയിപ്പ്. അത് സുധാകരേട്ടന്റെ ചെണ്ടകൊട്ട്. ഇതല്ല, വേറെ അറിയിപ്പാണ്. റോഡിന്റെ നടുക്കല് റോഡ് പണി നടക്കണുണ്ട്, സൂക്ഷിച്ചു പോണെന്നൊക്കെ പറയണത് പോലെ 2 പോസ്റ്റർ. ഒന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അത് റോഡ് പണിക്കുള്ള പോസ്റ്റർ അല്ല, KPCCക്കുള്ള എന്തോ ഒരു പണിയാണ് എന്ന് മനസ്സിലായത്.
ആന്റോ ആന്റണിനെ സണ്ണി ജോസഫിനെയൊന്നും KPCCയുടെ പ്രസിഡന്റ് ആക്കണ്ട, 2 കുത്ത് സേവ് കോൺഗ്രസ്. അല്ല, അപ്പൊ സുധാകരേട്ടനെ മാറ്റാൻ തീരുമാനിച്ചോ? ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. ഏയ് ഗുഡ് ബൈ പറഞ്ഞ് പോകാനായിട്ടില്ല, നിങ്ങൾ നിൽക്കും. സുധാരൻ നിൽക്കണം, നിൽക്കും. സുധാരൻ പോകണം, പോകും. അനന്തൻ ഇവിടുന്ന് പോണം. തുടരും എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ തുടരും എന്ന് പറഞ്ഞ് കുറേ പരസ്യങ്ങളൊക്കെ ഇറക്കിയിരുന്നു. എന്ന പോലെ KPCCയുടെ പ്രസിഡന്റായിട്ട് K സുധാകരൻ തുടരുമോ ഇല്ലയോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രസിഡന്റിന് തുടരാനാണ് താല്പര്യം. അപ്പൊ ഈ തുടരണ്ടെന്ന് പറഞ്ഞത് ആരാ? എന്റെ അറിവിൽ എനിക്ക് ഇതിനെ കുറിച്ച് ഒരു വാക്കുമില്ല. ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പരൊന്നും അറിഞ്ഞിട്ട് തന്നെയല്ല. അല്ല, അങ്ങനെ മാറേണ്ട സാഹചര്യം ഇപ്പൊ ഉണ്ടോ? അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അല്ല, പിന്നെ ഇപ്പൊ എന്താ സംഭവം? ചിലപ്പോ മാറേണ്ടി വരും. പെട്ടിയൊക്കെ എടുത്ത് റെഡിയായി നിന്നോളിന്ന് വല്ല സൂചന നിങ്ങൾക്ക് കിട്ടിയോ? അതെങ്ങനെയാ സൂചന? അല്ലുവാ അല്ല, അങ്ങനെയല്ല. ഇങ്ങനെ പൊയ്ക്കോളിയും അല്ലെങ്കിൽ മാറി നിൽക്ക് സതീശേട്ടൻ കാണിച്ചു തരും. സതീശേട്ടൻ കാണിച്ചു കൊടുത്താണ് കറക്റ്റ് ആയിട്ട്. അങ്ങനെ സതീശേട്ടൻ കാണിച്ചെന്ന പോലെ വല്ല സിഗ്നലും നിങ്ങൾക്ക് കിട്ടിയോ? അത് പറയാണ്ട് സൂചന എടുത്ത് വന്നില്ലേ? സൂചനയൊന്നും തന്നിട്ടില്ല. അപ്പൊ ഡൽഹിന്ന് സൂചന ഒന്നും കിട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾ ചെന്നപ്പോ? ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. ഇവിടെ രാഹുൽജി എന്നെ കെട്ടിപ്പിടിച്ച് ചിരിച്ച് സന്തോഷിച്ച് കെട്ടിപ്പിടിച്ചാണ് എന്നെ വിട്ടുപോയത്. അപ്പൊ രാഹുലിന് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഇപ്പൊ ധാരാ കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും നിങ്ങളോട് വല്ല താല്പര്യക്കുറവുണ്ടോ? ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് ആരോടെങ്കിലും പ്രശ്നമുണ്ടോ? ആരോടും വിയോജിപ്പില്ല. അപ്പൊ പാർട്ടിയിൽ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒരു ശത്രുക്കൾ പാർട്ടിന്റെ അകത്തില്ല. സൗഹൃദമായ ബന്ധമാണ് എനിക്ക് എല്ലാവരോടും. ഞങ്ങൾ തമ്മിൽ തമ്മിൽ തർക്കമില്ല. സതീശന് ഞാൻ നല്ല ബന്ധമാണ്. അല്ല, അതിനിപ്പോ ഈ സതീശേട്ടനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ആരെങ്കിലും ചോദിച്ചോ? പിന്നെ നിങ്ങൾ മൂപ്പര പേര് മാത്രം എടുത്ത് പറയണേ. എന്റെ അമ്മയെ നാട്ടിച്ച്. അത് പോട്ടെ. പിന്നെ നിങ്ങൾക്ക് വയ്യാത്തോണ്ടാണ്, നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാന്ന് ആരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? എൻ്റെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. സംശയം പോലും ചോദിച്ചിട്ടില്ല. അങ്ങക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് എൻ്റെ ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതിങ്ങോട്ട് കേട്ടപ്പോ മൂപ്പര് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെണ്ട കൊട്ടാൻ വേണ്ടി പോയി. അങ്ങനെ ചെണ്ട കൊട്ടി സുധാകരേട്ടന് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. അപ്പൊ ചെണ്ടയൊക്കെ കൊട്ടി ഉഷാറായി നടക്കണ സുധാകരേട്ടനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇനി ആരൊക്കെ എന്തൊക്കെ കാരണമാണ് കണ്ടുപിടിക്കാന്ന് കാത്തിരുന്ന് കാണാം. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു.